ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എയർമാൻ തസ്തികയിലേക്കുള്ള പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത എലിജിബിലിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഇനി അതല്ലെങ്കിൽ VHSC കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്കീമുണ്ട്, അതല്ല ഡിപ്ലോമ അല്ലെങ്കിൽ BSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്കീമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പറയുന്ന കാര്യമാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യതയുള്ള പോസ്റ്റാണ്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഉള്ള പോസ്റ്റാണ്, പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ഇതിൻ്റെ സെലക്ഷൻ സെൻറ്ററൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് വേറെ എവിടേക്കും നോർത്തിലേക്ക് എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് അതിൻ്റെ വെന്യൂ എവിടെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷ നൽകേണ്ടത്, ഇതിൻ്റെ എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ സിമ്പിളാണ് എക്സാമൊക്കെ. നമ്മൾ ഈ പറയുന്ന നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങളത് പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സാം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല അതിൻ്റെ ഒരു സിലബസ് കവർ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇതിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ വളരെ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ടാസ്കോ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ടും എല്ലാത്തിനെ കുറിച്ചിട്ടും വിശദമാക്കുന്ന വീഡിയോ ആയതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ഇതിലേക്ക് സെലക്ഷന് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ വേണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അതിൻ്റെ ഡീറ്റെയിലുകൾ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ജസ്റ്റ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ഒന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾക്കൂടെ കാണാം ഇതിൻ്റെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കൂടെ കാണാം. ഇവിടെ പെൻഷൻ ഉണ്ടായിരിക്കും, എക്സ് സർവീസ്മാൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം ഉണ്ടായിരിക്കും, അതുപോലെ നിങ്ങൾക്ക് ഗ്രാറ്റുറ്റി, അതുപോലെ ക്യാൻറ്റീൻ ഫെസിലിറ്റി തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഈ പറയുന്ന റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള പോസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് കാണേണ്ട നല്ല പോസ്റ്റാണ്. നിങ്ങൾക്ക് ഇതിൽ കയറിയാൽ ഒട്ടനവധി പ്രൊമോഷൻ സാധ്യതയും എല്ലാം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഓഫീസർ വരെ ആകാനുള്ള സാധ്യതയുള്ള പോസ്റ്റുകളാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഇതിനെ നിങ്ങൾ കണ്ടിട്ട് അതിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, നിങ്ങളുടെ റിലേറ്റീവ്സ് ആരൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് എന്നുള്ള ലെവലിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്താൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള, അതായത് മെമ്പർ ആകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ മെമ്പറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ എടുത്തുന്നുണ്ടാവും. നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും, നമ്മുടെ ചാനലിൻ്റെ ഭാഗമാകാൻ പറ്റും. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും ഒരു സപ്പോർട്ട് തിരിച്ചുണ്ടാകും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് സബ്സ്ക്രൈബർ എന്നുള്ള ബട്ടൻ്റെ അടുത്ത് കാണാൻ പറ്റും, ജോയിൻ എന്നുള്ള. അതിലൂടെ നമ്മുടെ ചാനലിൽ, നമ്മുടെ യൂട്യൂബിൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒട്ടനവധി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കാര്യങ്ങൾ ഒന്ന് വളരെ ഷോർട്ടാക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം, എന്നിട്ട് ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് പോകാം. അതായത് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് മെഡിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്, അതായത് എയർമാൻ എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് റാലിയാണ് നടക്കുന്നത്. റിക്രൂട്ട്മെൻറ്റ് റാലിയുടെ വെന്യൂ ആണ് നമ്മുടെ എറണാകുളം വെച്ചിട്ടാണ്, കൊച്ചി. അതിൻ്റെ കറക്റ്റ് അഡ്രസ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എന്താണ് മാരീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മാരീഡ് ആയവർക്ക് അപ്ലൈ ചെയ്യാനുള്ളതുണ്ട്, അൺമാരീഡ് ആയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ളത്, രണ്ട് കാറ്റഗറിയും ചെയ്യാം കേട്ടോ. പക്ഷേ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതിലേക്ക് എയർമാൻ കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഫീമെയിലിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ സദേൺ റീജിയൻ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏതൊക്കെ സ്റ്റേറ്റിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ തമിഴ്നാട് അപ്ലൈ ചെയ്യാം, കേരളത്തിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, കർണാടകയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ദെൻ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള നമ്മുടെ പോണ്ടിച്ചേരി, ലക്ഷദ്വീപ്, ഇവിടെ ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെയുള്ള ഈ പറയുന്ന സ്റ്റേറ്റിലുള്ളവരാണെങ്കിലും ലക്ഷദ്വീപിലുള്ളവരാണെങ്കിലും എവിടെയുള്ളവരാണെങ്കിലും അവർ ഈ റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ അവർ അറ്റൻഡ് ചെയ്യേണ്ട വെന്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട്, PT ഉഷ റോഡ്, നിങ്ങൾക്ക് ഇവിടെ കാണാം എറണാകുളം, കൊച്ചി. ഇതാണ് നമ്മുടെ വെന്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട പ്ലേസ് ആണ്, നമ്മൾ സെലക്ഷന് വേണ്ടി റിപ്പോർട്ട് ചെയ്യേണ്ട പ്ലേസ് ആണ് ഈ പറയുന്ന മഹാരാജാസ് കോളേജിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്, എറണാകുളം, കൊച്ചിയിലാണ്. അപ്പോൾ ഈ നിങ്ങൾ കേരളത്തിലുള്ളവരോ തമിഴ്നാട്ടിലുള്ളവരോ നിങ്ങൾ അതർ സ്റ്റേറ്റിലുള്ളവരോ എവിടെയാണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ നിങ്ങൾ പങ്കെടുക്കാൻ എത്തേണ്ട വെന്യൂ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്, മഹാരാജാസ് കോളേജിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് ഇപ്പോൾ കേരള, കർണാടക ഇവിടെ പറഞ്ഞ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്, ആന്ധ്രാപ്രദേശ്, യൂണിയൻ ടെറിട്ടറിയുള്ള പോണ്ടിച്ചേരി, ദെൻ ലക്ഷദ്വീപ്, ഇവിടെ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ താമസിക്കുന്ന ഈ പറയുന്ന സ്റ്റേറ്റുകളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന യൂണിയൻ ടെറിട്ടറിയിലോ താമസിക്കുന്നവർക്കാണ് ഇതിലേക്ക് ഈ പറയുന്ന റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ പങ്കെടുക്കാൻ പറ്റുക. മറ്റുള്ള സ്റ്റേറ്റിലുള്ളവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിലേക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡേറ്റ് നിങ്ങൾക്കിവിടെ കാണാം, നമ്മൾ പങ്കെടുക്കേണ്ട ഡേറ്റ് ആണ്. ഇപ്പോൾ കേരളത്തിലുള്ളവരാണെങ്കിൽ ആദ്യം ഞാൻ കേരളത്തിൻ്റെ പറയാം, നിങ്ങൾക്കിവിടെ കാണാം. കേരളത്തിലുള്ളവരാണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറിച്ച് വിശദമാക്കുന്നുണ്ട്. സ്കിപ്പ് ചെയ്ത് പോകണ്ട, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടതെന്നെല്ലാം പറയുന്നുണ്ട്.
അപ്പോൾ കേരള നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. കേരളത്തിലുള്ള എല്ലാ ജില്ലയിലുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിലും അതുപോലെ ലക്ഷദ്വീപിലുള്ളവരാണെങ്കിലും പോണ്ടിച്ചേരിയുള്ളവരാണെങ്കിലും ആന്ധ്രാപ്രദേശിലുള്ളവരാണെങ്കിലും തെലങ്കാനയിലുള്ളവരാണെങ്കിലും ഇവരെല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ട ഡേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം ഫെബ്രുവരി 1 മുതൽ അവർക്ക് ആ റിക്രൂട്ട്മെൻറ്റ് ടൈം എന്ന് പറയുന്നത് ഫെബ്രുവരി 1 മുതൽ അവർക്ക് ഫെബ്രുവരി 2, അതായത് 2025 ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 2 ആണ്. അപ്പോൾ റിപ്പോർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 1 അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ഫെബ്രുവരി 1 2 പോകാം, അങ്ങനെ ഏതെങ്കിലും ഡേറ്റിന് പോയാൽ പോരാ. എല്ലാ ഉദ്യോഗാർത്ഥികളും ഏത് ഈ പറഞ്ഞിരിക്കുന്ന അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 1 നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന മഹാരാജാസ് കോളേജിൻ്റെ ഗ്രൗണ്ടിൽ അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. രാവിലെ 6 മണിക്ക് അതിൻ്റെ സെലക്ഷൻ മീൻസ് അതിൻ്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പം +2 കാൻഡിഡേറ്റ്സ് ആണ്, +2 കഴിഞ്ഞവർക്കുള്ളതാണ് മെഡിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഗ്രൂപ്പ് വൈ. നിങ്ങൾക്ക് ഇതിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ടായിരിക്കും, മെഡിക്കൽ അപ്പോയിൻമെൻറ്റ്, ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഇതിലേക്ക് സെലക്ഷനായിട്ട് വരുന്നത്. ഓരോ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് 2 കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. ഒന്ന് +2 ക്വാളിഫിക്കേഷൻ ഉള്ളതും ഒന്ന് ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഇൻ ഫാർമസി. അതായത് ഡിപ്ലോമ ഏതെങ്കിലും പോരാ, നമുക്ക് ഫാർമസിയിലുള്ള ഡിപ്ലോമ വേണം, അതല്ലെങ്കിൽ ഫാർമസിയിലുള്ള ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഡേറ്റ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് 4 ഫെബ്രുവരിയും 5 ഫെബ്രുവരിയാണ് അവരുടെ സെലക്ഷൻ നടക്കുന്നത്. അവർ റിപ്പോർട്ട് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 4 ഫെബ്രുവരിയാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കേരള, തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, യൂണിയൻ ടെറിട്ടറി ഓഫ് പോണ്ടിച്ചേരി, ലക്ഷദ്വീപ് ഇവിടെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ പറയുന്ന അവരുടെ ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ഫാർമസി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഈ പറയുന്ന ഫെബ്രുവരി 4 അവിടെ റിപ്പോർട്ട് ചെയ്യണം നമ്മുടെ മഹാരാജാസ് കോളേജിൽ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പം +2 കാൻഡിഡേറ്റ്സിൻ്റെ തന്നെ ഈ പറയുന്ന സ്റ്റേറ്റ് ഇവിടെ നിങ്ങൾക്കിവിടെ കാണാം. തമിഴ്നാടുള്ളവർക്കും കർണാടക ഉള്ളവർക്കും വേറെ തന്നെ ഡേറ്റ് ആണ് +2 കഴിഞ്ഞവർക്ക് കേട്ടോ. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അവർക്ക് ഈ പറയുന്ന നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 30 ജനുവരി, അതായത് 29 ജനുവരി ടു 30 ജനുവരിയാണ് അവരുടെ സെലക്ഷൻ നടക്കുന്നത്. അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് 29 ജനുവരിയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ഇതിൻ്റെ ഷോർട്ടാക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലാത്തവരുണ്ട് മാത്രം കണ്ടാൽ മതി, ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇത് സീക്ക് ചെയ്തിട്ട് അടുത്ത പോർഷനിൽ അവിടുത്തെ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീണ്ടും പറയാം. അപ്പോൾ കേരളത്തിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ +2 ആണ്, +2 വെച്ചാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ട ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഫെബ്രുവരി 1 അപ്പം ഫെബ്രുവരി 1 2 ആയിരിക്കും ഇതിൻ്റെ സെലക്ഷൻ നടക്കുക. അപ്പോൾ അതിൻ്റെ സെലക്ഷൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. കേരള നിങ്ങൾക്കിവിടെ കാണാം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പിന്നെ പോണ്ടിച്ചേരി, ലക്ഷദ്വീപ് ഉള്ളവരാണെങ്കിൽ. ഇനി കേരളത്തിലുള്ളവരും ലക്ഷദ്വീപ് ഉള്ളവരൊക്കെ ഈ പറയുന്ന ഡിപ്ലോമ അല്ലെങ്കിൽ ഫാർമസി വെച്ചിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഫെബ്രുവരി 4 റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇത് വെന്യൂ എല്ലാത്തിൻ്റെയും സെയിം വെന്യൂ ആണ്, ഈ പറയുന്ന മഹാരാജാസ് കോളേജിൽ വെച്ചിട്ടാണെന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. എറണാകുളം, കൊച്ചി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ എന്താണ് ഈ പറയുന്ന ടെസ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 6 AM പുലർച്ചെ 6 മണിക്ക് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ വളരെ ഏർലി ആയിട്ട് തന്നെ അവിടെ എത്താൻ ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് മാക്സിമം പോലെ 10 AM വരെയൊക്കെ അവർ പെർമിറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ അവർ അവിടെ കടത്തി വിടില്ല. അതായത് ഈ റിപ്പോർട്ടിംഗ് ദിവസമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. റിപ്പോർട്ടിംഗ് ദിവസം നമ്മൾ മാക്സിമം പോയാൽ 10 AM എന്നാണ് പറയുന്നത്. പക്ഷേ അവിടേക്കൊന്നും നിങ്ങൾ നിൽക്കരുത്, നിങ്ങൾ 6 AM തന്നെ കണക്കാക്കി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻസ് ആണ് നമ്മൾ പറയുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആദ്യം പറയാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് +2 ഏതെങ്കിലും സ്ട്രീം എടുത്തവർക്ക് ഇതിലേക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങൾ +2 ഹ്യൂമാനിറ്റീസ് ഓർ കൊമേഴ്സ് ഒക്കെ എടുത്തവരായിരിക്കാം. പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും മാക്സിമം അവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ, കാരണം നല്ലൊരു അവസരമാണ്, അത് കളയണ്ട. കാരണം ഇതിലേക്കൊക്കെ നമുക്കൊരു നിശ്ചിത ഏജ് ഉണ്ട്. ആ ഏജ് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ജന്മത്തിൽ നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ +2 അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷനാണ്. +2 നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ് ഈ 4 സബ്ജക്റ്റും നമ്മൾ +2 ലെവലിൽ പഠിച്ചിരിക്കണം. ഓക്കെ, ആ 4 സബ്ജക്റ്റും പാടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് 50% മാർക്ക് ഫുള്ളായിട്ട് ഉണ്ടായിരിക്കണം മിനിമം. ദെൻ ഇംഗ്ലീഷിൽ മാത്രമായിട്ട് 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അപ്പം +2 നിങ്ങൾക്ക് ഇവിടെ കാണാൻ 2 കാറ്റഗറിയാണ്. ഒന്ന് +2 ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികളെയാണ് വിളിച്ചിരിക്കുന്നത് എയർമാൻ എന്നുള്ള പോസ്റ്റിലേക്ക്. 2 ഈ പറയുന്ന ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഇൻ ഫാർമസി കഴിഞ്ഞവർക്കാണ് രണ്ടാമത്തെ കാറ്റഗറി. അപ്പോൾ +2 എന്നുള്ളതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് +2 ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഫിസിക്സ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്. അതിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഇംഗ്ലീഷും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് 50% മാർക്ക് വേണം. മാത്രമല്ല ഇംഗ്ലീഷ് മാത്രമായിട്ടും 50% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ആ കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ VHSC കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ VHSCയിലാണെങ്കിൽ നോൺ വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് നിങ്ങൾ VHSCയിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല നിങ്ങൾ VHSCയിൽ എന്താണ് ഈ പറയുന്ന നോൺ വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ഈ 4 സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 4 സബ്ജക്റ്റിനും പാടെ നിങ്ങൾക്ക് 50% മാർക്ക് അതിൽ ടോട്ടൽ ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷിൽ മാത്രമായിട്ട് 50% വേറെയും സെപ്പറേറ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം BSc ഫാർമസി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി കഴിഞ്ഞവർക്കാണ്. അവർക്ക് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ നേരത്തെ മുകളിൽ പറഞ്ഞ പോലെ +2 ആണ് ക്വാളിഫിക്കേഷൻ, പ്ലസ് നിങ്ങൾ ഈ പറയുന്ന ഡിപ്ലോമ അല്ലെങ്കിൽ BSc ആണ്. +2 ഏതെങ്കിലും സ്ട്രീം എടുത്ത് പഠിച്ചാൽ പോരാ. അവർ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ 50% മാർക്കോടുകൂടി +2 കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിൽ ഇംഗ്ലീഷ് മാത്രമായിട്ട് 50% മാർക്ക് വേറെയും വാങ്ങണം. അങ്ങനെ ആയിരിക്കണം അവർ +2 പഠിച്ചിരിക്കേണ്ടത്. പ്ലസ് അഡീഷണലി അവർക്ക് എന്ത് വേണം, ഫാർമസിയിലുള്ള മിനിമം 50% മാർക്കോട് കൂടി ഫാർമസിയിലുള്ള ഡിപ്ലോമ കഴിഞ്ഞിരിക്കണം. അതായത് DPharm കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ഫാർമസി കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, അതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യണം, സ്റ്റേറ്റ് ഫാർമസി കൗൺസിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഫാർമസി കൗൺസിലോ അവരെന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവരിപ്പം നിലവിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ പങ്കെടുക്കുന്ന സമയത്ത് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഈ പറയുന്ന എൻറോൾമെൻറ്റ് വരുന്ന സമയത്തേക്ക്, അതായത് ഈ പറയുന്ന നമ്മുടെ ഫൈനൽ ലിസ്റ്റൊക്കെ തയ്യാറാക്കുന്ന സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്തിരിക്കുന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ അതിൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് അവർ പോകുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. അതല്ലെങ്കിൽ ഉടനെ തന്നെ അതിൻ്റെ എൻറോൾമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മീൻസ് അതിൻ്റെ ആ ഒരു സെലക്ഷൻ കഴിഞ്ഞാൽ അതിൻ്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം, മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കണ്ണാതി ബാക്കിയുള്ളവർക്ക് സീക്ക് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഫാർമസി കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ +2 നമ്മൾ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ് 50% മാർക്കോട് പാസ്സായിരിക്കണം. ഇംഗ്ലീഷിൽ മാത്രമായിട്ട് 50% മാർക്കും വേണം. അതുകൂടാതെ നമുക്ക് ഒന്നെങ്കിൽ ഫാർമസിയിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ഫാർമസിയിൽ നമ്മൾ BSc ഫാർമസി കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. 50% മാർക്ക് വേണം. ഡിപ്ലോമ ആണെങ്കിലും ഈ പറയുന്ന BSc ഫാർമസി ആണെങ്കിൽ 50% മാർക്കും വേണം. പ്ലസ് നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ വാലിഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തിരിക്കണം. അത് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലാണെങ്കിലും നമ്മുടെ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിലാണെങ്കിലും നമ്മളത് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇത്രയുമാണ് ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻ. ഇനി ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. +2 ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അത് അൺമാരീഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. +2 കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ. അപ്പോൾ +2 ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അൺമാരീഡ് ആയിരിക്കണം. മാരീഡ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവരുടെ ഏജ് ലിമിറ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 3 ജൂലൈ 2004 3 ജൂലൈ 2008 ഇടയിൽ ഈ പറയുന്ന ഡേറ്റിലോ 3 ജൂലൈ 2004 പറ്റും, 3 ജൂലൈ 2008 എന്ന് പറയുന്ന ഡേറ്റും ഉൾപ്പെടെ ഈ ഡേറ്റിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 3 ജൂലൈ 2004, 3 ജൂലൈ 2008 ഈ പറയുന്ന ഡേറ്റിലോ ഈ ഡേറ്റിൻ്റെ ഉള്ളിലോ എവിടെയെങ്കിലും ആണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് വളരെ ഈസിയാണ് നമുക്ക് നോക്കാൻ. ഈ പറയുന്ന ഡേറ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഇതിൻ്റെ 17 മുതൽ 21 വയസ്സാണ് ഏകദേശം വരിക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഫാർമസി കഴിഞ്ഞവരെ കാര്യമാണെങ്കിൽ അവരിൽ തന്നെ അൺമാരീഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് 3 ജൂലൈ 2001 എന്ന് പറയുന്ന ഡേറ്റിലോ അല്ലെങ്കിൽ 3 ജൂലൈ 2006 എന്ന് പറയുന്ന ഡേറ്റോ, ഓക്കെ 3 ജൂലൈ 2001 എന്ന് പറയുന്ന ഡേറ്റോ അതല്ലെങ്കിൽ 3 ജൂലൈ 2006 എന്ന് പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ അവർ ജനിച്ചവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ ഡേറ്റ് ഉൾപ്പെടെയാണ് പറയുന്നത്. അത് 3 ജൂലൈ 2001 എന്ന് പറയുന്ന ഡേറ്റും 3 ജൂലൈ 2006 എന്ന് പറയുന്ന ഡേറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും നിങ്ങൾ ജനിച്ചവരാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് മാരീഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാം. അതായത് ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഫാർമസി കഴിഞ്ഞവരാണെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. അവരാണെങ്കിൽ അവർക്ക് 3 ജൂലൈ 2001 എന്ന് പറയുന്ന ഡേറ്റോ അല്ലെങ്കിൽ 3 ജൂലൈ 2004 എന്ന് പറയുന്ന ഡേറ്റിൻ്റെ ഇടയിലോ ജനിച്ചവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന മാരീഡ് ആയുള്ളവർക്ക് ചെറിയ റിലാക്സേഷൻ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ 18 to 24 ഏകദേശം ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ നോക്കിയാൽ മതി. ഇതിൻ്റെ ഉള്ളിലാണോ വരുന്നത്, ഈ ഡേറ്റിലോ ഇതിൻ്റെ ഉള്ളിലാണോ വരുന്നത് നോക്കുക. നിങ്ങൾ എലിജിബിൾ ആണോ നോക്കുക. ഓക്കെ, നിങ്ങൾ എലിജിബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസൊക്കെ ആക്കി വെച്ച് നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 10ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാകാം, +2 പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാകും, അവരിലേക്കൊക്കെ നിങ്ങൾ എത്തിക്കുക. കാരണം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ മുൻകൂട്ടി മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്താൽ നല്ലൊരു എൻട്രി ആണ് നിങ്ങൾക്ക് എയർഫോഴ്സിലേക്കുള്ള എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 50% മാർക്ക് വേണമെന്ന് പറഞ്ഞു. അതിൽ നിങ്ങൾക്കിപ്പോൾ 49.99% ആണെങ്കിലും അത് 50% റൗണ്ട് ചെയ്യാൻ പറ്റില്ല. അത് 49% കണക്കാക്കുക. ആ ഒരു കാര്യം പാടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് 50% എന്നുള്ളത് നിങ്ങൾക്ക് ആ പൂർണ്ണമായുള്ള ഡിജിറ്റ് കംപ്ലീറ്റ് അങ്ങനെ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഡെസിമൽ ആയിട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഏറ്റവും ചെറിയ ആ ഒരു പെർസെൻറ്റേജ് എത്രയാണോ 40 49 കണക്കാക്കുക കേട്ടോ. ഇനി അടുത്തത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡൊമസൈൽ റിക്വയർമെൻ്റ് ആണ്. എന്താണ് ഡൊമസൈൽ റിക്വയർമെൻറ്റിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കേരളത്തിലെ കാര്യം എടുക്കാം. ഇപ്പോൾ കേരളത്തിൽ താമസിക്കുന്നവരാണ് നമ്മൾ.
ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് മതി. കാരണം നമ്മൾ കേരളത്തിൽ +2 പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ മുകളിലുണ്ടാവും നിങ്ങൾക്ക് നമ്മുടെ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻസ് കേരള എന്നുണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് വേറൊരു ഡൊമസൈൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല, നമുക്ക് അത് മതി നമ്മൾ കേരളത്തിലാണ് പഠിച്ചതെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി. ഇനി അതല്ല നമ്മൾ വേറെ ഏതെങ്കിലും മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ചതാണെങ്കിലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൂടെ അത് ലൊക്കേറ്റ് ചെയ്യുന്നതിൻ്റെ പ്ലേസ് നമ്മുടെ കേരള എന്നുണ്ടാവും, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൂടെ അല്ലെങ്കിൽ കോളേജിൻ്റെ കൂടെയൊക്കെ നമുക്ക് അതിൻ്റെ പേര് നമ്മുടെ ലൊക്കേഷൻ്റെ പേരുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്ഥാപനം നിൽക്കുന്നതിൻ്റെ ഡിസ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, വേറെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇനി മറ്റൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ സർട്ടിഫിക്കറ്റിൽ നമ്മുടെ സ്റ്റേറ്റോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്റ്റേറ്റോ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റോ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല, അങ്ങനെ യാതൊന്നും അതിൽ കൊടുത്തിട്ടില്ല, എഴുതിയിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ നമ്മളെ കയറ്റി വിടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അക്ഷയ മുഖേനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് എടുക്കുക. അപ്പോൾ ഒരു ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുക. ഇനി അതല്ല നമ്മുടെ സർട്ടിഫിക്കറ്റിൽ എന്താണ് നമ്മുടെ ഡിസ്ട്രിക്റ്റോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യുന്നുണ്ട്, വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കേരളത്തിൽ നിന്നൊക്കെ +2 പഠിച്ചവരാണെങ്കിൽ ഒന്നും നമ്മൾ വേറെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല, ഡൊമസൈൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അതിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ആവശ്യമില്ല. ഗവൺമെൻറ് ഓഫ് കേരള നിങ്ങൾക്ക് കാണാം, അത് മതി. ഓക്കെ, ഡൊമസൈൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇനി അതല്ല അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും കാണുന്നില്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി മറ്റൊരു രീതിയിൽ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ പുറത്ത്, അതായത് നമ്മൾ ഈ പറയുന്ന ഇന്ത്യയുടെ മറ്റു നോർത്തേൺ ഭാഗത്തുള്ള സ്റ്റേറ്റിലൊക്കെ പോയിട്ടാണ് നമ്മുടെ ഡിപ്ലോമ അല്ലെങ്കിൽ ഈ പറയുന്ന BSc ഫാർമസി ഒക്കെ നിങ്ങൾക്ക് ചെയ്തത്, അല്ലെങ്കിൽ +2 ഒക്കെ പഠിച്ചതെങ്കിൽ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് നമുക്കിതിലേക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻസ് കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന ഹൈറ്റിനും ഏജിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു നിശ്ചിത വെയിറ്റ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ചെസ്റ്റ് നമുക്ക് നോർമൽ കണ്ടീഷനിൽ 77 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. അത് എക്സ്പാൻഷനിൽ നമുക്ക് 5 സെൻറ്റിമീറ്റർ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇയറിംഗ് ഒക്കെ നോർമലായിരിക്കണം എന്നുള്ള കണ്ടീഷൻസും കാര്യങ്ങളുമാണ്. പിന്നെ നമ്മളെ പല്ലും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റ് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഹൈറ്റും വിഷ്വൽ സ്റ്റാൻഡേർഡും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. ഹൈറ്റ് നമുക്ക് വെറും 152 സെൻറ്റിമീറ്റർ മതി, വലിയ ഹൈറ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. പിന്നെ ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ വിഷ്വൽ സ്റ്റാൻഡേർഡിൽ 6/36 ഓരോ കണ്ണിനും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് കറക്റ്റബിൾ ആണെങ്കിൽ 6/6 ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. പിന്നെ കളർ വിഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഐ ക്ലിനിക്ക് പോയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ എത്ര ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കി ഉറപ്പ് വരുത്താം. പിന്നെ നിങ്ങൾ കണ്ണട യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങളുടെ വിഷൻ കറക്റ്റ് ചെയ്തവരാണെങ്കിൽ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരെന്താണെന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എടുത്താൽ നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് റാലിയുടെ 2 ആഴ്ച മുൻപ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലേറ്റസ്റ്റ് ആയുള്ള അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ആ പ്രിസ്ക്രിപ്ഷനിൽ നമ്മൾ ഈ പറയുന്ന ഒഫ്താൾമോളജിസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും അവരുടെ സ്റ്റാമ്പ്, സിഗ്നേച്ചർ, നെയിം, ഈ പറയുന്ന അഡാപ്റ്റർ മെഷർമെൻറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് അവരെ കാണിച്ച് അവർക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് പോകുക എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ കോർണിയൽ സർജറി, ഈ പറയുന്ന ലൈസിക്, അതുപോലെ PRK അങ്ങനെയുള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അവരെ അത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അല്ലാതെ കണ്ണട വെക്കുന്നവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അവരെന്ത് ചെയ്താൽ അത് ലേറ്റസ്റ്റ് ആയുള്ള, അതായത് നമ്മുടെ ഈ പറയുന്ന റിക്കമെൻഡ് റാലിക്ക് പോകുന്നതിൻ്റെ ഉള്ളിലൊരു മാസത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ലേറ്റസ്റ്റ് ആയുള്ള പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷൻസാണ് ഈ പറയുന്ന ഒഫ്താമോളജിസ്റ്റിൻ്റെ അടുത്ത് നിന്നുള്ള ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ റൈറ്റിംഗ് മെറ്റീരിയൽസും ഡോക്യുമെൻസും ആണ് നമ്മൾ ഈ പറയുന്ന റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള കാര്യങ്ങളാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പോൾ HB പെൻസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെൻസിൽ വാങ്ങാനുണ്ടാവും, നല്ല ഷാർപ്പായിട്ടുള്ള പെൻസിലാണ്. അതുപോലെ തന്നെ ഇറേസർ വേണം, അതുപോലെ ഷാർപ്പനർ വേണം, ഗ്ലൂ സ്റ്റിക്ക് വേണം, സ്റ്റാപ്ലർ വേണം, ദെൻ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ബോൾ പോയിൻറ്റ് പെന്നും വേണം എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ വേണം. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യം എന്താണ് നടക്കുക, പിന്നീട് എന്താ നടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ 10 അൺഅറ്റസ്റ്റഡ് റീസൻറ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫാണ്. ഇതൊക്കെയാണ് നമുക്ക് പ്രശ്നം വരിക. ഇതൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് റാലിയിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതായത് നമ്മൾ പുതിയ എന്ത് ചെയ്യുക, 10 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. മിനിമം ആണ് പറയുന്നത്, മാക്സിമം ആണ് നിങ്ങൾ ഒരു 3 എക്സ്ട്രാ ആയിട്ട് കയ്യിൽ വെച്ചോളൂ. എന്തെങ്കിലും കീറി പോവുക എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ, ഡാമേജ് ആയാൽ നമുക്ക് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 10
നോർമലായിട്ട് അൺഅറ്റസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ സൈൻ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള 10 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് 3 മാസത്തിൻ്റെ ഉള്ളിൽ എടുത്തതായിരിക്കണം. വെറുതെ എടുത്താൽ പോരാ. ഇവിടെ പറയുന്നുണ്ട് അതിൻ്റെ കണ്ടീഷൻസ്. നമ്മുടെ ചെസ്റ്റ് ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബ്ലാക്ക് സ്ലേറ്റ് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ പിടിച്ച് നമ്മുടെ ചെസ്റ്റ് ലെവലിൽ നമ്മളൊരു ബ്ലാക്ക് സ്ലേറ്റ് പിടിച്ചിട്ട് ആ ബ്ലാക്ക് സ്ലേറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന വൈറ്റ് ചോക്ക് യൂസ് ചെയ്തിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങളുടെ പേരും അതുപോലെ ഫോട്ടോ എടുക്കുന്ന ഡേറ്റ്, ഓക്കെ, നിങ്ങളുടെ പേരും നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന ഡേറ്റും അതിൽ വൃത്തിയിൽ എഴുതണം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ വരച്ച് കാണിക്കാം. ഇപ്പം ഇവിടെ നമ്മൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ്, നിങ്ങളുടെ ഹെഡാണ്, നിങ്ങളുടെ ചെസ്റ്റ് ഈ പോർഷനിലാണ് ഉണ്ടാവുക. ഓക്കെ, ഈ പോർഷനിലാണ് ചെസ്റ്റ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, ചെസ്റ്റിൻ്റെ പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്ലാക്ക് സ്ലേറ്റ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക. അതിൽ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ വൈറ്റ് ചോക്ക് കൊണ്ട് നിങ്ങളുടെ പേര് ഇവിടെ എഴുതി വെക്കുക. അതിൻ്റെ അടിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോട്ടോ എടുത്ത ഡേറ്റും എഴുതുക. ഓക്കെ, വ്യക്തമാകുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ് വേണ്ടത്. അതല്ലാതെ നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫ് പറ്റില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇവർ അതിൽ പ്രത്യേകമായിട്ട് അത് മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അതേ സെയിം സംഭവം തന്നെ ആയിട്ട് പോവുക. അത് 10 കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ അതിലെവിടെയും സൈൻ ചെയ്യുകയോ മറ്റു കാര്യമൊന്നും മാർക്ക് ചെയ്യുകയൊന്നും വേണ്ട. ഫ്രഷ് ആയിട്ടുള്ള 10 കോപ്പി വേണം. ഓക്കെ, അത് രണ്ടാമത്തെ കാര്യമാണ്. ഇനി മൂന്നാമതായിട്ട് ഉദ്യോഗാർത്ഥികൾ എന്ത് കൊണ്ടുപോകണം എന്ന് വെച്ചാൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതിൻ്റെ 4 ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത നമ്മുടെ SSLC സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അപ്പോൾ SSLCയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, 4 ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. എന്നിട്ട് അത് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. ആ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, ഇതൊക്കെ മിനിമം വേണ്ടതാണ്. മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചും പാടെ അഡീഷണൽ ആയിട്ട് നിങ്ങളെ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ഇനി അടുത്ത നിങ്ങൾക്ക് നാലാമത്തെ കാര്യം എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ +2ൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളാണ്. ഓക്കെ, അതിൻ്റെ മാർക്ക് ഷീറ്റ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ അത് എത്ര വേണമെന്ന് വെച്ചാൽ ഒന്ന് ഒറിജിനൽ +2ൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അതോടൊപ്പം തന്നെ 4 സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പിയും നിങ്ങളെ കയ്യിലുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഇനി നിങ്ങൾ BSc അല്ലെങ്കിൽ ഈ പറയുന്ന ഡിപ്ലോമ വെച്ച് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അവർ അഡീഷണലായിട്ട് അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതിൻ്റെ മാർക്ക് ഷീറ്റും എല്ലാം എന്ത് വേണം അതിൻ്റെ 4 സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പിയും അതും വേണം അവരുടെ കയ്യിൽ വെക്കണം. ഓക്കെ, ഇനി നിങ്ങൾ വേണ്ടത് ഡൊമസൈൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും 4 സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പിയും വേണം. അത് ആവശ്യമുള്ളവർ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അത് വേണ്ട. നമ്മൾ സർട്ടിഫിക്കറ്റിൽ നമ്മുടെ സ്റ്റേറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റോ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണ്ട. നമ്മൾ പഠിച്ച സ്ഥാപനത്തിൻ്റെ കൂടെ അത് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് എടുക്കണം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കാവുന്നതാണ്. നമ്മുടെ ഒരു ധൈര്യത്തിന് വേണമെങ്കിൽ വെക്കാവുന്നതാണ്. അതിൻ്റെ ഒറിജിനലും 4 ഫോട്ടോ കോപ്പി നമ്മൾ വെക്കുക. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ പറയുന്ന എന്താണ് എക്സ് സർവീസ്മെൻ അവരുടെ മക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. NOC കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പിന്നെ ആർമി നേവിയിൽ നിന്നൊക്കെ വന്നവരാണെങ്കിൽ അവർക്കുള്ളതാണ്, നമ്മൾ നോക്കണ്ട. പിന്നെ NCC AO BO CO സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനലും 4 സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി നിങ്ങൾ കൈവശം വെക്കുക. കാരണം അതിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ റിട്ടൺ എക്സാമിനേഷന് വെയിറ്റേജ് ഇല്ല. ലാസ്റ്റ് ഫൈനൽ സെലക്ഷനിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായുള്ള വെയിറ്റേജ് ഉണ്ട്. 6 മുതൽ നിങ്ങൾക്ക് 6, 5, 4 അങ്ങനെ എന്താണ് വെയിറ്റേജ് വരുന്ന മാർക്ക്. അതായത് ഫൈനൽ സെലക്ഷൻ ലിസ്റ്റിൽ നിങ്ങൾക്ക് എന്താവും ഈ പറയുന്ന വെയിറ്റേജ് കിട്ടുമ്പോൾ നിങ്ങളുടെ റാങ്ക് കിട്ടുന്ന കുറച്ച് മുകളിലേക്ക് വരും. അതായത് നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷന് വെയിറ്റേജ് ഇല്ല, പക്ഷേ നിങ്ങൾക്ക് ഫൈനൽ സെലക്ഷനിൽ ഈ വെയിറ്റേജ് കിട്ടും. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനലും സെൽഫ് അറ്റസ്റ്റും വെക്കുക. അതല്ലാതെ ഇത് നിർബന്ധമല്ല, ഉള്ളവർ മാത്രം വെച്ചാൽ മതി. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ആ പറഞ്ഞ പ്രകാരം അതിൻ്റെ ഒറിജിനലും ഫോട്ടോ കോപ്പിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യൂ, ഈ റിക്രൂട്ട്മെൻറ്റ് റാലിയിലേക്ക് പെർമിറ്റ് ചെയ്യുള്ളൂ. ഇനി അതല്ല, അപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലാണെങ്കിൽ ഇഷ്യൂസ് ഇല്ല. നിങ്ങളെ സ്ഥാപന മേധാവി, അതായത് നിങ്ങളുടെ പ്രിൻസിപ്പാളോ എന്ത് ചെയ്യണം, അവർ സർട്ടിഫൈ ചെയ്ത് തരണം. ഇത് ഇവിടെ വെച്ചിരിക്കുകയാണെന്നുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കോളേജിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളത് അവർ സർട്ടിഫൈ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഒറിജിനലിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതല്ലെങ്കിൽ ഒറിജിനൽ മസ്റ്റാണ്, അവിടെ കയറാൻ പറ്റില്ല. ഇനി റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് പോകുന്ന സമയത്ത് വേണ്ട മറ്റൊരു ഡോക്യുമെൻ്റാണ് കൺസേൺ ലെറ്റർ വേണം. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ആ ഒരു സെയിം ഡേ ആണ് നടക്കുക. അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും പരിക്കോ കാര്യങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ഇഷ്യൂസ് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പെർമിഷൻ നമ്മളെടുത്തുനിന്ന് അവർ വാങ്ങുകയാണ്. അതായത് നമ്മളിപ്പോൾ 17 വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങളുടെ പാരൻസ് ആണ് ഇവിടെ സൈൻ ചെയ്യേണ്ടത്. 18 വയസ്സിന് താഴെയാണെങ്കിൽ സിഗ്നേച്ചർ നിങ്ങളുടെ പാരൻസ് ആണ്. നിങ്ങളുടെ പാരൻസിൻ്റെ പേരാണ് വേണ്ടത്. റിലേഷൻഷിപ്പോടെ എഴുതണം, ഡേറ്റും എഴുതണം. ഓക്കെ, ഇനി 18 വയസ്സിന് മുകളിലുള്ളവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് തന്നെ ഇത് ഫില്ല് ചെയ്തിട്ട് അവരുടെ പേരും സിഗ്നേച്ചറും കൊടുത്താൽ മതി. നിങ്ങളുടെ പേരും നിങ്ങളുടെ സിഗ്നേച്ചറും കൊടുത്താൽ മതി 18 അതിന് മുകളിലുള്ളവർക്ക്. ഓക്കെ,
അപ്പം 18 വയസ്സിന് താഴെയാണെങ്കിൽ അവർ എന്ത് ചെയ്യണം, അവരുടെ പാരൻസ് ആണ് അവിടെ സൈൻ ചെയ്യേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. 18 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ പേരും സിഗ്നേച്ചറും എഴുതി നിങ്ങൾക്കിത് സൈൻ ചെയ്യാവുന്നതാണ്, ഫില്ല് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് ഞാൻ തരാം, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്ത കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷനാണ്. ഇതിലേക്ക് നമുക്ക് സെലക്ട് ആയി കഴിഞ്ഞാൽ 20 വർഷത്തേക്കാണ് നിയമനം. ഓക്കെ, അതായത് പെർമനൻ്റ് തന്നെ ആണ്, നിങ്ങൾ മനസ്സിലാക്കുക. അത് സർവീസ് കണ്ടീഷൻ അനുസരിച്ച് അതിൻ്റെ ഡ്യൂറബിലിറ്റി ഒക്കെ മാറും. മാക്സിമം നമുക്ക് 57 വയസ്സ് വരെ നമുക്ക് സർവീസിൽ തുടരാമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു 20 വയസ്സിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് 37 വർഷത്തെ സർവീസ് കിട്ടും. അത് മാത്രമല്ല, ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഇനീഷ്യലി നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും. ജോയിൻറ്റ് ബേസിക് ഫേസ് ട്രെയിനിങ് എന്ന് പറയും, JBPT എന്ന് പറയും. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ മറ്റ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുക. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന എയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് ട്രെയിനിങ് സമയത്ത് നമുക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് എന്ന് പറഞ്ഞാൽ 14,600 രൂപയാണ് ട്രെയിനിങ് സമയത്ത് കിട്ടുക. അങ്ങനെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് നമ്മളുടെ പോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ 26,900 രൂപ പെർ മന്ത് നമുക്ക് ലഭിക്കും. അത് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഒട്ടനവധി അലവൻസ് ഉണ്ടെങ്കിൽ കൂടെ കാണാൻ DA, അതുപോലെ തന്നെ അത് കൂടാതെ മറ്റൊരുപാട് അലവൻസ് TA തുടങ്ങിയിട്ടുള്ള ഒരുപാട് അലവൻസ് ഉണ്ട്. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ക്യാൻറ്റീൻ ഫെസിലിറ്റി ഒക്കെ ഉള്ള പോസ്റ്റാണ് കൂടെ കാണാം. അതിൻ്റെ പേർക്സ് കാണാതെ റേഷൻ, നിങ്ങൾക്ക് ക്ലോത്തിങ്, മെഡിക്കൽ, അക്കോമഡേഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങളുള്ള പോസ്റ്റാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രൊമോഷൻ സാധ്യതയുണ്ട്, ഹയർ എഡ്യൂക്കേഷനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഇതിലുണ്ട്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ് നമ്മൾ പറയുന്നത്. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഈ റിക്രൂട്ട്മെൻറ്റ് വെന്യൂവിൽ നിങ്ങൾ പോകുന്ന മഹാരാജാസ് കോളേജിൻ്റെ ആ ഒരു ഗ്രൗണ്ടിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും, ഒന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടല്ല ഒന്ന് അവരെന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് വെരിഫൈ ചെയ്ത് വിചാരിച്ച് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പക്കാണെന്ന് വിചാരിക്കരുത്. അവർ ഡീറ്റെയിൽ ആയിട്ടല്ല വെരിഫൈ ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവരെന്ത് ചെയ്യും, വെരിഫൈ ചെയ്യും. ആ വെരിഫിക്കേഷനിൽ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ, അതായത് ജസ്റ്റ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റാണ് ഫസ്റ്റ് ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം, ഓരോ കാര്യങ്ങളും പറയാം. അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത്, റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് പോകുന്ന സമയത്ത് മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ചസ്, ഇലക്ട്രോണിക്സ് ഡിവൈസസ് ഇതൊന്നും പെർമിറ്റ് ചെയ്യില്ല. അതൊക്കെ നിരോധിച്ച സാധനങ്ങളാണ്. അത് നിങ്ങളുടെ അടുത്ത് നിന്ന് കണ്ടെത്തിയാൽ നിങ്ങളെ ഡിബാർ ചെയ്യും, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ഇപ്പോൾ സെലക്ഷന് പോകുന്ന സമയത്ത് മഹാരാജാസ് കോളേജസിലാണ് നിങ്ങൾ എത്തേണ്ടത്, അതിൻ്റെ ഗ്രൗണ്ടിലാണ് എത്തേണ്ടത്. എത്തേണ്ട ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ലിങ്ക് ഉണ്ട്, അതിൻ്റെ ലിങ്കിലൂടെ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആപ്പ് വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങളിതിലേക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഈ പറയുന്ന റിക്രൂട്ട്മെൻറ്റ് റാലി നടക്കുന്ന സെൻറ്ററിൽ പോയാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അവർ വാങ്ങി ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ കണ്ടാൽ ഉടനടി നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിൽ നിന്ന് ഔട്ടാവും. നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പായുള്ള ഫിസിക്കൽ ഫിറ്റ്നസ്സിലേക്ക് എൻട്രി കിട്ടില്ല. ഇനീഷ്യൽ വെരിഫിക്കേഷനിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റാണ് നമുക്ക് ആദ്യം ഉണ്ടാവുക. ആദ്യം റിട്ടേൺ ടെസ്റ്റ് അല്ല, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്നാൽ നിങ്ങൾക്ക് 1.6 കിലോമീറ്റർ ഓട്ടമാണ് ഉണ്ടാക്കി ഓടാൻ 7 മിനിറ്റ് കൊണ്ട് നമ്മൾ ഓടിയെത്തിയാൽ മതി. അത് 21 ഏജും അതിന് താഴെയുള്ളവർക്കുമാണ് ഈ പറയുന്ന 1.6 കിലോമീറ്റർ 7 മിനിറ്റ് കൊണ്ട്. ഇനി നിങ്ങൾ ഡിപ്ലോമ അല്ലെങ്കിൽ BSc വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് 21ൻ്റെ മുകളിലായിരിക്കും ഏജ് വരിക. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന സമയത്തിൽ വ്യത്യാസമുണ്ട്. അവർക്ക് ഈ പറയുന്ന 1.6 കിലോമീറ്റർ 7 മിനിറ്റും 30 സെക്കൻഡും പാടെ അവർക്ക് അഡീഷണൽ ആയിട്ട് കിട്ടും. 7 മിനിറ്റിന് പുറമെ 30 സെക്കൻഡും പാടെ സമയം കിട്ടും. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഓടിയെത്തിയാൽ മതി. ടൈം ഉണ്ട് നമുക്ക്, ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ ഓടിയെത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റായിട്ട് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, നിങ്ങൾക്ക് 10 പുഷപ്പും സിറ്റപ്പും അതുപോലെ സ്ക്വാട്ടും 20 സ്ക്വാട്ട്സും ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ ഒരു എന്തുണ്ടായിരിക്കുക, നിങ്ങൾക്ക് ഓടിക്കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരിക്കുക. അതും 1 മിനിറ്റാണ് അതിൻ്റെ ഓരോന്നിൻ്റെയും ടൈം ഉണ്ടായിരിക്കുക. ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചെയ്യണം. ഓക്കെ, അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ നിങ്ങൾക്ക് വളരെ ഈസി ആക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ചെരുപ്പിട്ടൊന്നും ഓടാൻ നിൽക്കരുത്, ചെരുപ്പിടാതെ ഓടാൻ നിൽക്കരുത്, കാലൊക്കെ പൊട്ടും, പ്രശ്നം വരും. അതുകൊണ്ട് തന്നെ സ്പോർട്സ് ഷൂ നിങ്ങളെ കൈവശം ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ ഷോർട്ട്സ് അല്ലെങ്കിൽ ട്രാക്ക് പാൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കൈവശം ഉണ്ടായിരിക്കണം. ഇനി അത് കഴിഞ്ഞ് ഫിസിക്കൽ ഫിറ്റ്നസ് ഓക്കെ ആയി നമ്മളതിൽ ക്വാളിഫൈ ചെയ്താൽ ആ സെയിം ഡേ തന്നെയാണ് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കുക, റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കുക. ഓക്കെ, സെയിം ഡേ ആണ്, വേറെ ദിവസമൊന്നുമല്ല. നിങ്ങൾ എന്നാണോ റിപ്പോർട്ട് ചെയ്യുന്നത് ആ ദിവസം തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അത് OMR ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അതിൽ 20 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിനാണ്. ഇതിൻ്റെ സിലബസ് ഒക്കെ ഞാൻ തരാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റീസണിങ്ങും ജനറൽ അവയർനെസ്സും ഉണ്ടായിരിക്കും. അത് 30 ക്വസ്റ്റ്യൻ. അതിനാകെ മൊത്തം വെറും 50 മാർക്കിനാണ് എക്സാം ഉണ്ടായിരിക്കുക. അതിൻ്റെ റിസൾട്ട് അന്ന് തന്നെ സെയിം ഡേ തന്നെ അവർ പബ്ലിഷ് ചെയ്യും. ഓക്കെ,
ഒന്ന് ശരിയാക്കിയാൽ 1 മാർക്ക്, തെറ്റായാൽ നിങ്ങൾക്ക് 0.25 മാർക്ക് മൈനസ് ആയിട്ട് പിടിക്കും. അങ്ങനെ നിങ്ങൾക്ക് സെയിം ഡേ തന്നെ റിസൾട്ടും വരും. അങ്ങനെ നിങ്ങൾ അതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് സെക്കൻഡാണ് ഉണ്ടായിരിക്കുക. ഇതിൽ നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അവിടെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റാണ് നമുക്ക് ഈ മിലിറ്ററി വേ ഓഫ് ലൈഫ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കുറച്ച് ടെസ്റ്റ് കാര്യങ്ങളാണ് ഇതിൽ വരിക. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞാലാണ് അത് ചിലപ്പം സെയിം ഡേ ആയിരിക്കാം, മേ ബി എന്താണ് അതിന് സബ്സീക്വൻ്റ് ആയിട്ടുള്ള ഡേ ആയിരിക്കാം. ഓക്കെ, അതവർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ദെൻ മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെഡിക്കലി നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഫെബ്രുവരിയിൽ തന്നെ ആയിരിക്കും നടക്കുക. അത് നമ്മുടെ പറയുന്ന എയർഫോഴ്സ് ഹോസ്പിറ്റൽ കോയമ്പത്തൂർ വെച്ചായിരിക്കും മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. മെഡിക്കലി നമ്മൾ ഫിറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളാണ്. ഇത്രയും ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഇതിൻ്റെ കുറച്ച് ജനറൽ കണ്ടീഷൻസ് ആണ്. നിങ്ങൾക്ക് ഇതിലേക്ക് എൻട്രി ലഭിക്കുന്നതിന് വേണ്ടി റിപ്പോർട്ടിംഗ് ടൈമിന് നിങ്ങൾ ആധാർ കാർഡ് ഒരു ID കാർഡായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. അത് ആധാർ കാർഡ് നമ്മളെ കയ്യിലുണ്ടായിക്കോട്ടെ, അതിൻ്റെ ഫോട്ടോ കോപ്പിയും കയ്യിൽ വെച്ചോളൂ. ഇനി ആധാർ കാർഡ് ഇല്ലാത്തൊരു പാൻ കാർഡോ വോട്ടർ ID അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ പാസ്പോർട്ടോ അല്ലെങ്കിൽ അതും വെച്ചോ, ഇല്ലാത്തവരിട്ടോ ഉള്ളവർ ആധാർ കാർഡ് മതി. ഇനി നിങ്ങളുടെ അടുത്ത് വാലിഡായ ഇമെയിൽ ID അതുപോലെ തന്നെ മൊബൈൽ നമ്പറൊക്കെ ഉണ്ടായിരിക്കണം. കാരണം ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മെയിൽ ID മൊബൈൽ നമ്പറൊക്കെ വെച്ചായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഉള്ളതായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി മെയ് 2025 ആയിരിക്കും ഇതിൻ്റെ ആ ഒരു പ്രൊഫഷണൽ സെലക്ട് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യുന്നത്. അത് ഈ പറയുന്ന നമ്മുടെ കൊച്ചിയിൽ എയർമാൻ സെലക്ഷൻ സെൻറ്ററിൽ അത് പബ്ലിഷ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇവിടെ വെബ്സൈറ്റിൽ ഇത് പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഡേറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഡേറ്റ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഡേറ്റിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ റിപ്പോർട്ടിംഗ് ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കുക. മറ്റൊന്ന് നിങ്ങൾക്ക് ഇവൻറ്റ് നടക്കുന്ന ഡേറ്റുകളാണ്, അത് ഫ്രം മുതൽ ടു എന്നുള്ള ഒരു ഡേറ്റ് ഇൻ ബിറ്റ്വീൻ ആയിട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതിൽ റിപ്പോർട്ടിംഗ് ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ കേരളത്തിലുള്ളവരാണെങ്കിൽ +2 യോഗ്യത ഉള്ളവരാണെങ്കിൽ ഫെബ്രുവരി 1, 2025 റിപ്പോർട്ട് ചെയ്യേണ്ടത്. 6 മണിക്കാണ് ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുക. 6 മണിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ. ഇനി നിങ്ങൾ BSc അല്ലെങ്കിൽ ഡിപ്ലോമ വെച്ചറാണെങ്കിൽ കേരളത്തിലുള്ളവർക്ക് 4 ഫെബ്രുവരി 2025. വെന്യൂ എല്ലാവർക്കും സെയിം ആണ്, മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ കൊച്ചി. ഇതാണ് അഡ്രസ്സ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് പങ്കെടുക്കാൻ റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ സ്പോട്ടിൽ പോവുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇതിൻ്റെ കൺസേൺ ലെറ്ററും കാര്യങ്ങളും അതിൻ്റെ ഇതൊക്കെ കുറച്ച് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അതെല്ലാം ഞാൻ എങ്ങനെ കിട്ടുകയെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന പറഞ്ഞ ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇതാണ് വരിക. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ജിയോസിയാൽ എജുലാൻഡ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്തും. ഇവിടെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സിൻ്റെ താഴെയും സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിൻ്റെ താഴെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഫൻസ് ജോബ്സിൻ്റെ താഴെയൊക്കെ ഉണ്ട്, നമ്മളിത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ എയർഫോഴ്സ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന എയർമാൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ കണ്ടില്ലെങ്കിൽ ഇവിടെ റീഡ് മോർ എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞത് ഇവിടെ ഉണ്ടാവില്ല, താഴോട്ട് പോയിട്ട് ഇവിടുന്ന് ഡിസപ്പിയർ ആവും. അത് അടുത്ത പേജിലാണ് ഉണ്ടാകുക. അപ്പോൾ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇവിടെ ഇന്ത്യൻ എയർഫോഴ്സ് എന്നുള്ള റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പുതിയ പേജിലേക്ക് ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം നോട്ടിഫിക്കേഷൻ കാണാം. ഇവിടുന്ന് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ വീഡിയോ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. ഡൗൺലോഡ് ഫോം എന്നുള്ള ബട്ടൺ ആദ്യം ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ പറയുന്ന കൺസേൺ ലെറ്റർ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരും എന്ത് ചെയ്യണം, അത് റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് പോകുന്ന സമയത്ത് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. ഡൗൺലോഡ് ഫോം എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന സെൻട്രൽ എയർമാൻ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, സെലക്ഷൻ ബോർഡിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ്. ഇവിടെ 4ാമതായിട്ടും കൂടെ കാണാം കൺസെൻറ്റ് ഫോം തന്നിട്ട്. നമ്മൾ റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് പോകുന്ന സമയത്താണ് ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. ഓക്കെ, ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യും, ഇവിടെ ഡൗൺലോഡായി കിട്ടും നിങ്ങൾക്ക്. നിങ്ങൾ വേറെ എന്ത് ഫോർമാറ്റും തപ്പി നടക്കുന്നു വേണ്ട, അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ അവർ തന്നിരിക്കുന്ന ഫോർമാറ്റ് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു 18 വയസ്സിന് താഴെയാണെങ്കിൽ അവരുടെ പാരൻസ് ആണിത് ഫില്ല് ചെയ്ത് സൈൻ ചെയ്യേണ്ടത്. 18 വയസ്സിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വമേധയാ ഫില്ല് ചെയ്ത് സൈൻ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ എക്സ് സർവീസ്മെൻ അങ്ങനെയുള്ളവരും അതുപോലെ ആർമിയിൽ നിന്നൊക്കെ പോകുന്നവരാണെങ്കിൽ അവർക്ക് ഉള്ള കുറച്ച് ഫോമുകളാണ്, അത് നമ്മൾ നോക്കണ്ട. ഇനി അടുത്ത ലിങ്ക് ഞാൻ തന്നിരിക്കുന്നത് കൂടെ കാണാൻ പറ്റും. PFT എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഫിസിക്കൽ ഫിറ്റ്നസ്സിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ പറയുന്ന പുഷപ്പും കാര്യങ്ങളും ഒക്കെ എത്ര മിനിറ്റ് ഉണ്ട്, 1 മിനിറ്റാണ് നമുക്ക് ടൈം ഉണ്ടാകുക. 10 പുഷപ്പ് ആണെങ്കിലും 20 സ്ക്വാട്ട്സ് ആണെങ്കിലും നമുക്ക് 1 മിനിറ്റാണ് ടൈം ഉണ്ടാകുക. അപ്പോൾ അതിന് നമുക്ക് 2 മിനിറ്റ് ബ്രേക്ക് തരുന്നൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ പറയുന്ന 1.6 കിലോമീറ്റർ ഓടിയിട്ട് 10 മിനിറ്റ് നമുക്ക് ഗ്യാപ്പ് തരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് ഈ പറയുന്ന 2 മിനിറ്റ് പുഷപ്പ് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് റെസ്റ്റ് തരും. പിന്നെ നമുക്ക് ഈ പറയുന്ന ഓരോന്നിനും നമുക്ക് 2 മിനിറ്റ് ഗ്യാപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് റെസ്റ്റ് കിട്ടും. ആ റെസ്റ്റ് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. ഇനി ഇവിടെ
ഇത് ഞാൻ പറയുന്നത് ആദ്യം തന്നെ നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് തന്നെ ഒരുപാട് പേര് ഔട്ടാവും. അതുകൊണ്ടാണ് ഇതാണ് അവരുടെ ഡെമോ. ഇതുപോലെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് പുഷപ്പും സിറ്റപ്പും ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അത് ജസ്റ്റ് ഇതാ ഇവിടെ നിങ്ങൾക്ക് പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതാ അതിവിടെ കാണിക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് കാണിക്കും. ഓക്കെ, കറക്റ്റ് ഇതിൻ്റെ ഡയറക്ഷൻസും അതിൽ വോയിസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ഈ വിഷ്വൽസ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ അത് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഇത്രയുമാണ് നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എയർമാനായിട്ട് കയറി നല്ല ഓഫീസർ തസ്തിയിലേക്ക് കയറാനുള്ള പ്രൊമോഷൻ സാധ്യതയൊക്കെയുള്ള പോസ്റ്റാണ്. നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം അവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ മെമ്പറായിട്ട് നിങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ നല്ല രീതിയിൽ പരിഗണിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാനും മറക്കണ്ട. താങ്ക്